വെൽക്കം ടു പ്ലാന്റ് സാപ്പിയൻസ്. സോ ഇന്നത്തെ ക്ലാസ് തൊട്ട് ടാക്സോണമി റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഫാമിലീസിന്റെ ക്യാരക്ടേഴ്സ് ഡിസ്കസ് ചെയ്യാം. അപ്പം അതിൽ ഒന്നാമത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാമിലി റെനാങ്കുലേസി എന്ന് പറയുന്ന ഫാമിലിയാണ്. അപ്പം അതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ജസ്റ്റ് കോമൺ ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ പ്രൊവൈഡ് ചെയ്താൽ റെനാങ്കുലേസി ഫാമിലിയിൽ കാണുന്ന ആൾക്കാർ മോസ്റ്റ്ലി ആനുവൽ അല്ലെങ്കിൽ പെറന്നിയൽ ആയിട്ടുള്ള ഹെർബ്സ് ആണ്, ഹെർബേഷ്യസ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. പക്ഷേ റെയർലി ഷ്രബ് കാണുന്നുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ക്ലൈംബിംഗ് ആയിട്ടുള്ള ഷ്രബിന് എക്സാമ്പിൾ ആണ് ക്ലമാറ്റിസ്. നമ്മൾ ഓരോ ടാക്സോണമി പഠിക്കുമ്പോഴും ഓരോ എക്സെപ്ഷണൽ കേസസ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ എക്സാമ്പിളും ബേസ് ചെയ്തിട്ട് വേണം ഓരോ ഫാമിലീസും പഠിക്കാൻ വേണ്ടിയിട്ട്. സോ നിങ്ങൾ ലെക്ചർ നോട്ട്സ് എഴുതുന്നുണ്ടെങ്കിൽ അതിൽ എഴുതി വെക്കാം. ക്ലൈംബിംഗ് ആയിട്ടുള്ള ഷ്രബ്സിന്റെ എക്സാമ്പിൾ ആണ് ക്ലമാറ്റിസ് എന്ന് പറയുന്നത്. then ഈ ഒരു റെനാങ്കുലേസിയ മെമ്പേഴ്സ് മെജോറിറ്റിയിലും ടെറസ്ട്രിയൽ ആയിട്ടുള്ള കരഭാഗങ്ങളിൽ കാണുന്നതാണ്. ചെറിയ രീതിയിൽ അക്വാട്ടിക് സ്പീഷീസും കാണുന്നുണ്ട്, പക്ഷെ മോസ്റ്റ് ഓഫ് ദം ആർ ടെറസ്ട്രിയൽ. ആ ഒരു ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റിൽ തന്നെ മെയിൻലി ടെമ്പറേറ്റ് അല്ലെങ്കിൽ കോൾഡ് റീജിയൻ, ടെമ്പറേറ്റ് ആൻഡ് കോൾഡ് റീജിയൻസിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് അവരുടെ മോർഫോളജി ബേസ് ചെയ്തിട്ടുള്ള പ്രത്യേകതകളാണ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത്. അതിൽ ഒന്നാമത്തത് റൂട്ട് ആണ്. റൂട്ടിൽ ടാപ്പ് റൂട്ട് സിസ്റ്റം ആണ് കാണുന്നത്, പക്ഷെ ചില കേസിൽ അഡന്റേഷ്യസ് ആയിട്ടുള്ള റൂട്ടും പ്രസന്റ് ആണ് കേട്ടോ. സ്റ്റെം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഹെർബ്സ് ആണ്, അതുകൊണ്ട് തന്നെ ഹെർബേഷ്യസ് ആയിട്ടുള്ള കുറച്ച് ഇറക്റ്റ് ആയിട്ടുള്ളതും ഉണ്ട്, ക്ലൈംബിംഗും ഉണ്ട്. ആ ഒരു ക്ലൈംബിങ്ങിന് എക്സാമ്പിൾ ആണ് ക്ലമാറ്റിസ് എന്ന് പറയുന്നത്. മെജോറിറ്റിയും ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഉണ്ടായിരിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില എക്സെപ്ഷണൽ കേസസ് ഉള്ള ആൾക്കാരാണ് ഇവരുടെ ലീവ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ലീവ്സ് ജനറലി ഉള്ളത് സിമ്പിൾ ആയിട്ടുള്ള ആൾട്ടർനേറ്റ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഓൾട്ടർനേറ്റ് ആണ് മോസ്റ്റ് കോമൺ ആയിട്ടുള്ളത്. അപ്പം ഓൾട്ടർനേറ്റ് ഓപ്പോസിറ്റ് ഫിലോടാക്സി ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പൊ അതിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫിലോടാക്സി കാണുന്നതിന് എക്സാമ്പിൾ ആണ് ക്ലമാറ്റിസ് എന്ന് പറയുന്നത്. അപ്പൊ ക്ലമാറ്റിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആണ്, അതൊരു ക്ലൈംബിംഗ് ഷ്രബ് കൂടിയാണ്. കൂടാതെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ലീവ്സിന്റെ ഫിലോടാക്സി ഉള്ള ആൾക്കാരാണ്. ദെൻ ജനറലി അവയ്ക്ക് സ്റ്റിപ്യൂൾസ് പ്രസന്റ് അല്ല, പക്ഷെ സ്റ്റിപ്യൂൾ ഉള്ള ഒരു എക്സാമ്പിൾ ആണ് ടാലിക്ട്രം എന്ന് പറയുന്നത്. ടാലിക്ട്രത്തിന് എക്സാമ്പിൾ ആണ്. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റിപ്യൂൾസും പീറ്റ്യൂളും തമ്മിലുള്ള വ്യത്യാസം ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയായിരിക്കുമല്ലോ, ജസ്റ്റ് ഒന്ന് ഞാൻ മെൻഷൻ ചെയ്യാം. അപ്പം ഇവരുടെ ലീവ്സ് നോക്കിയാൽ സ്റ്റിപ്യൂൾസ് ഇല്ലാത്ത ആൾക്കാരാണ്, സ്റ്റിപ്യൂൾ ഉള്ളതിന് ടാലിക്ട്രം എക്സാമ്പിൾ ആണ്. ദെൻ ലീഫ് ബേസും പ്രസന്റ് ആണ്. ലീവ്സ് യൂഷ്വലി പീറ്റിയോലേറ്റ് ആണ്, പക്ഷേ സെസൈൽ ആയിട്ടുള്ള ലീവ്സും കാണുന്നുണ്ട്. അതിനൊരു എക്സാമ്പിൾ ആണ് ഡെൽഫീനിയം. ഇവയുടെ ഒക്കെ പിക്ചേഴ്സ് വരുന്ന സ്ലൈഡ്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു പീറ്റ്യൂളും ഈ ഒരു സ്റ്റിപ്യൂളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇതാണ് മെയിൻ സ്റ്റെം എങ്കിൽ ആ മെയിൻ സ്റ്റെമ്മിനെ ലീഫ് ബ്ലേഡുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഈ ഒരു സ്ട്രക്ചറിനെയാണ്, ഈ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പിറ്റിയോൾ എന്ന് പറയുന്നത് അല്ലെ, പിഷ്യോൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചില കേസിൽ ഈ ഒരു പിറ്റിയോളിന്റെ ടിപ്പില് ഇവിടെ എന്തുണ്ടാവും, ജസ്റ്റ് ഒരു പ്രൊജക്ഷൻസ് ഉണ്ടാവും പീറ്റ്യൂളിന്റെ ബേസിൽ. ആ ഒരു പ്രൊജക്ഷനെയാണ് നമ്മൾ ആക്ച്വലി സ്റ്റിപ്യൂൾ എന്ന് പറയുന്നത്. അത് ബഡിനൊക്കെ, വിരിഞ്ഞു വരുന്ന ബഡിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചില പ്ലാന്റ്സിൽ ഈ ഒരു സ്റ്റിപ്യൂൾസ് കാണുന്നത്. ഓക്കെ, അപ്പം പറഞ്ഞു ചില അക്വാട്ടിക് ആയിട്ടുള്ള സ്പീഷീസും പ്രസന്റ് ആണ് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ അങ്ങനെ അക്വാട്ടിക് ആയിട്ടുള്ള ഒരു സ്പീഷീസിൽ ലീവ്സ് എന്ന് പറയുന്നത് ഹെട്രോഫിലിയ അല്ലെങ്കിൽ ഡൈമോർഫി കാണിക്കുന്നുണ്ട്. അതായത് രണ്ട് ടൈപ്സ്, ചിലപ്പം വലുതും ചെറുതുമായിട്ടുള്ള ലീവ്സ്, അങ്ങനെ രണ്ട് മോർഫോളജിക്കലി ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് ടൈപ്സ് ഓഫ് ലീവ്സിനെയാണ് ഹെറ്ററോഫിലി അല്ലെങ്കിൽ ഡൈമോർഫി എന്ന് പറയുന്നത്. അത്രയും ലീവ്സ് ആണ് അക്വാട്ടിക് സ്പീഷീസിൽ കാണുന്നത്. എക്സാമ്പിൾ പഠിച്ചു വെക്കുക, റെലങ്കുലസ് അക്വാട്ടിലീസ് എന്ന് പറയുന്ന പ്ലാന്റ് സ്പീഷീസ് ആണ്. ഓക്കെ, ദെൻ വീനേഷൻ എന്ന് പറയുന്നത് റെറ്റിക്കുലേറ്റ് ആണ് അല്ലെ, ഇതൊരു ഡൈക്കോട്ട് പ്ലാന്റ് ആണ്, അതുകൊണ്ട് തന്നെ റെറ്റിക്കുലേറ്റ് വീനേഷൻ ആണ്. യൂണികോസ്റ്റേറ്റ് അല്ലെങ്കിൽ മൾട്ടി കോസ്റ്റേറ്റ് കണ്ടീഷൻ കാണുന്നുണ്ട്. അപ്പൊ എന്തായിരുന്നു യൂണികോസ്റ്റേറ്റും മൾട്ടികോസ്റ്റേറ്റും തമ്മിലുള്ള വ്യത്യാസം? അതായത് ഒരു സിംഗിൾ മിഡ്രിപ്പ് ആണ്. നമ്മൾ സാധാരണ ഒരു സിമ്പിൾ ലീഫിലാണെങ്കിൽ, സോറി പിക്ചേഴ്സിൽ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം, ഇതേപോലെയുള്ള സിംഗിൾ മിഡ് ബ്രെയിൻ വിത്ത് കുറേ ബ്രാഞ്ചസ് ഉള്ള ആ ഒരു സ്ട്രക്ചർ ആണെങ്കിൽ അതിനെയാണ് യൂണികോസ്റ്റേറ്റ് എന്ന് പറയുന്നത്. പക്ഷെ നേരെ തിരിച്ച് നമ്മൾ ചില പ്ലാന്റ്സിൽ കണ്ടിട്ടില്ലേ, ഒരു പിനേറ്റ്ലി കോമ്പൗണ്ട് ഒക്കെ പറയുന്ന പോലെ ഇങ്ങനെയുള്ള ഒരു പ്ലാന്റിൽ മിഡ്രിപ്പ് ഒന്നിൽ കൂടുതൽ മിഡ്രിപ്സ് ഉണ്ടായിരിക്കും. അതിലുള്ള റെറ്റിക്കുലേറ്റ് വീനേഷൻ ആ ഒരു ടൈപ്പിനെയാണ് മൾട്ടി കോസ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടുള്ള ലീവ്സിന്റെ പ്രത്യേകതകൾ. നെക്സ്റ്റ് അവയുടെ ഇൻഫ്ലോറസെൻസ് യൂഷ്വലി സോളിറ്ററി അല്ലെങ്കിൽ സൈമോസ് അല്ലെങ്കിൽ ചില കേസിൽ റെസിമോസും ഉണ്ട്. അപ്പോൾ ഓരോ ഇൻഫ്ലോറസെൻസും എന്താണ്, അവയുടെ ഡീറ്റെയിൽഡ് ടൈപ്പും ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വേണ്ടവർക്ക് അത് കാണാം കേട്ടോ. നെക്സ്റ്റ് ഫ്ലവേഴ്സ് ആണ്. ഫ്ലവേഴ്സ് ആർ ബൈസെക്ഷുവൽ, ആക്ടിനോമോർഫിക്, ബൈ
ബൈസെക്ഷുവൽ എന്ന് പറയുമ്പോൾ ഫ്ലവേഴ്സിൽ രണ്ട് സെക്സിലുള്ള ആൾക്കാരും ഉണ്ടായിരിക്കും. ദെൻ ആക്ടിനോമോർഫിക് ആണ്, ഏത് പ്ലൈനിൽ കട്ട് ചെയ്താലും സെയിം ഈക്വൽ പാർട്സ് കിട്ടുന്നുണ്ടെങ്കിൽ അതിനെയാണ് ആക്ടിനോമോർഫിക്. കംപ്ലീറ്റ് ആയിട്ടുള്ള ഹൈപ്പോഗൈനസ് ആയിട്ടുള്ള പെന്റാമിറസ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ്. ചില സമയത്ത് ഇൻഡെഫിനിറ്റ് ആയിട്ട് കുറേ ഫ്ലവേഴ്സും കാണുന്നുണ്ട്. അവയുടെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാട്ടമിക്കൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം. ഈ ഒരു ഹൈപ്പോഗൈനസ് കണ്ടീഷൻ എന്നൊക്കെ പറയുന്നതായിരിക്കില്ലേ, സുപ്പീരിയർ ഓവറി ആണ്. ഹൈപ്പോഗൈനസ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഓവറി സുപ്പീരിയർ ആണ്. ആ ഒരു ഓവറിയുടെ അടിയിൽ നിന്നാണ് എല്ലാ ഫ്ലോറൽ വേൾഡ്സും അറൈസ് ചെയ്യുന്നത്. ആ ഒരു കണ്ടീഷനാണ് ഹൈപ്പോഗൈനസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പെന്റാമിറസ് ആണ് മെയിൻലി. അതല്ലാത്ത കേസും എക്സാമ്പിൾസും ഉണ്ട് ട്ടോ. അതൊക്കെ നമ്മൾ ഈ ഒരു എക്സാമ്പിൾ ബേസ് ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അവരുടെ ഓരോരോ ക്യാരക്ടേഴ്സ് ബേസ് ചെയ്തിട്ട് നോക്കാം. അതിൽ ഇനി നമ്മൾ ഓരോ വേൾഡ്സ് ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. അതിൽ കാലിക്സ് ആണ് ഏറ്റവും ആദ്യത്തേത്. കാലിക്സ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സെപ്പൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാലിക്സിന്റെ ഇൻഡിവിജ്വൽ യൂണിറ്റിനെയാണ് നമ്മൾ സെപ്പൽസ് എന്ന് പറയുന്നത്. ഈ ഒരു സെപ്പൽസ് കാലിക്സ് എന്ന് പറയുന്നതിൽ സെപ്പൽസ് ഈ ഒരു ഫാമിലിയിൽ മെയിൻ ആയിട്ടും 5 സെപ്പൽസ് ആണ്. അതുകൊണ്ട് തന്നെ പെന്റായി ആയിട്ടുള്ള 5 സെപ്പൽസ് ആണ് ഉണ്ടായിരിക്കുക. അവ ഫ്രീ ആയിട്ടാണ്, അറ്റാച്ച്ഡ് ഇല്ല. ഫ്രീ ആയിട്ടുള്ള സെപ്പൽസിനെയാണ് പോളിസെപ്പാലസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓഫൺ പെറ്റലോയിഡ്സ് ആണ്. അതായത് പെറ്റലോയിഡ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഫാമിലീസിൽ നമ്മൾ ടെപ്പൽസ് എന്നുള്ള വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അതായത് ചില കേസിൽ കാലിക്സും കൊറോളയും കാണാൻ വേണ്ടിയിട്ട് സിമിലർ ആയിരിക്കും. അപ്പം അതായത് പെറ്റൽ പോലെ ആയിരിക്കും സെപ്പൽസും കാണുന്നുണ്ടായിരിക്കുക. ചില കേസിൽ സെപ്പൽസ് ആബ്സെന്റ്, പെറ്റൽസ് ആബ്സെന്റ് ആയിരിക്കും. ഈ ഒരു സെപ്പൽ ആണ് പെറ്റൽ പോലെ ആക്ട് ചെയ്യുന്നത്. അതാണ് പെറ്റലോയിഡ് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവയുടെ ഈസ്റ്റിവേഷൻ എന്ന് പറയുന്നത് ഇംബ്രിക്കേറ്റ് ഈസ്റ്റിവേഷൻ ആണ്. ഫ്ലോറൽ ഡയഗ്രാം ബേസ് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ എന്താണ് ഇംബ്രിക്കേറ്റ് ഈസ്റ്റിവേഷൻ എന്ന് ഡിസ്കസ് ചെയ്യാം. ഇതാണ് കാലിക്സിന്റെ പ്രത്യേകതകൾ ട്ടോ. അപ്പം നെക്സ്റ്റ് വരുന്നതാണ് കൊറോള. കൊറോളയിലും മെയിൻലി 5 അല്ലെങ്കിൽ അതിൽ കൂടുതലോ പെറ്റൽസ് ഉണ്ടായിരിക്കും. അവയും ഫ്രീ ആയിട്ടുള്ള പോളിപെറ്റാലസ് തന്നെയാണ്. മെയിൻ ആയിട്ട് നിങ്ങൾ ഓർക്കേണ്ടത് ഈ ഒരു പിക്ചറിലുള്ള ഫ്ലവേഴ്സ് കണ്ടോ. ഈ ഒരു പിക്ചറിലുള്ള ഫ്ലവേഴ്സ് അനിമോൺ ഡ്രംബോണ്ടി എന്ന് പറയുന്ന ഈ ഒരു ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് മെയിൻലി ഈ കാണിച്ചേക്കുന്ന ഈ കളേർഡ് പോർഷൻ എന്ന് പറയുന്നത് അവയുടെ സെപ്പൽസ് ആണ് കേട്ടോ. അപ്പൊ ഇതാണ് പെറ്റലോയിഡ് എന്ന് പറയുന്നത്. അതായത് അവരുടെ കേസിൽ പെറ്റൽസ് ആബ്സെന്റ് ആണ്, കളേർഡ് ആയിട്ടുള്ള സെപ്പൽസ് ആണ് ആ ഒരു പെറ്റൽ പോലെ ആക്ട് ചെയ്യുന്നത്. അപ്പൊ അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ. അനിമോണിൽ പെറ്റൽസ് ആബ്സെന്റ് ആണ്, സെപ്പൽസ് ആണ് പെറ്റൽ പോലെ കളേർഡ് ആയിട്ടുള്ളത്. അല്ലെങ്കിൽ ചില കേസിൽ മോഡിഫൈഡ് ആയിട്ട് നെക്ടറീസും, കൊറോള മോഡിഫൈ ചെയ്തിട്ട് നെക്ടറീസ് ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട് ട്ടോ. ആ ഒരു ടേംസും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. അപ്പം എക്സ്ട്രീം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് അല്ല, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസ് മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് റീപ്രൊഡക്റ്റീവ് പാർട്ടായിട്ടുള്ള മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായിട്ടുള്ള ആൻഡ്രീഷ്യത്തിന്റെ കേസസ് നോക്കിയാൽ, ആൻഡ്രീഷ്യം എന്ന് പറയുന്നത് ന്യൂമറസ് ആയിട്ടുള്ള സ്റ്റേമൻസ് ആണ്. ഫ്രീ ആയിട്ടുള്ള, എല്ലാം ഫ്രീ ആണ്. എല്ലാ വേൾഡ്സും ആൻഡ്രീഷ്യവും ഫ്രീ ആണ്. ന്യൂമറസ് ആയിട്ടുള്ള സ്റ്റേമൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ പോളി ആൻഡ്രസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ദെൻ ആ ഒരു ആൻഡ്രീഷ്യത്തിലുള്ള സ്റ്റേമൻ ഉണ്ടല്ലോ, ആ സ്റ്റേമൻസിന്റെ ടിപ്പായിരുന്നു അല്ലേ ആന്തർ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു പിക്ചർ, ഒരു കോമൺ പിക്ചർ കൊടുത്താൽ ഇത് ആന്തർ, ഇത് ഫിലമെന്റ് അല്ലേ. അപ്പൊ ആ ഒരു ആന്തർ എന്ന് പറയുമ്പോൾ പല ടൈപ്പ് ആന്തേഴ്സ് പ്രസന്റ് ആണ്. അപ്പൊ ഇവിടെ കാണുന്ന ആന്തർ എന്ന് പറയുന്നത് ഡൈത്തീക്കസ് ആയിട്ടുള്ള ആന്തർ ആണ്. എന്താ ഈ ഡൈത്തീക്കസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് രണ്ട് ലോബുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ 2 ലോബ് എന്ന് പറയുമ്പം ആക്ച്വലി അവരുടെ, നമ്മൾ സാധാരണ ഒരു ആന്തറിന്റെ സ്ട്രക്ചർ പറയില്ലേ, 4 ലോബ്സ് ഉള്ള, ഓക്കെ, 4 ലോബുള്ള 2 ലോബുള്ള 4 ആംഗിൾസ് ഉള്ള, 2 ലോബ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, 4 ആംഗിൾ പോലെയുള്ള സ്ട്രക്ചേഴ്സ് ഉള്ള, അല്ലെങ്കിൽ 4 ചാമ്പേർഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആയിരിക്കും ഈ ഒരു ഡൈത്തീക്കസ് എന്ന് പറയുന്ന കണ്ടീഷൻ. അപ്പൊ അതിൽ ഇൻട്രോസ് എന്ന് പറയുന്നത് അവിടെ ഡെഹിസൻസ് ബേസ് ചെയ്തിട്ടാണ്. ഇൻട്രോസ് എന്ന് പറയുമ്പം അവയില് നമ്മുടെ ഈ ഒരു ആന്തർ ഇല്ലേ, ആന്തറിന്റെ ഒരു പൊസിഷൻ, ആന്തറിന്റെ ഓപ്പണിങ് എന്ന് പറയുന്നത്, ആന്തർ സ്ലിറ്റ് ചെയ്തിട്ടാണല്ലോ പോളൻ ഗ്രെയിൻസ് പോകുന്നത്. ആ ഒരു ആന്തറിന്റെ ഓപ്പണിങ് എന്ന് പറയുന്നത് കാർപ്പലിന്റെ അടുത്തായിട്ട്, അല്ലെങ്കിൽ ആ ഒരു സെൻട്രൽ പോർഷനിലോട്ട് ഫേസ് ചെയ്തിട്ടാണെങ്കിലാണ് അതിനെയാണ് ഇൻട്രോസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു സ്ട്രക്ചേഴ്സ് ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെങ്കിൽ ഞാനൊരു ഇൻട്രോഡക്ടറി പാർട്ട് എന്നുള്ള രീതിയിൽ ഈ
ഈ ഓരോ ടോപ്പിക്സും റിലേറ്റ് ചെയ്തിട്ട് ഒരു എക്സ്ട്രാ വീഡിയോസ് ഇടാം. ഞാൻ ഇപ്പൊ ജസ്റ്റ് ആ ഒരു ക്യാരക്ടേഴ്സ് എന്താണെന്ന് മാത്രം പറഞ്ഞു പോകണം, അല്ലെങ്കിൽ ഒരു ലോങ് വീഡിയോ ആയി മാറും ഈ ഒരു ക്ലാസ്. ഓക്കെ, അപ്പൊ ഇൻട്രോസ് ആണ്, അതായത് കാർപ്പൽസിലോട്ട് പിസ്റ്റിലോട്ട് പൊസിഷൻ എന്താ ഫേസ് ചെയ്തിട്ടാണ് സ്റ്റേമെൻസിന്റെ ഓപ്പണിംഗ് അല്ലെങ്കിൽ ആന്തറിന്റെ ഓപ്പണിംഗ് കാണുന്നത്. സോ ആ ഓപ്പണിംഗിലൂടെ ഡെഹിസൻ സ്ലിറ്റ് വഴിയാണ് ലോങ്ങിറ്റ്യൂഡിനൽ സ്ലിറ്റ് വഴിയാണ് ഡെഹിസൻസ് നടക്കുന്നത്. ഗൈനീഷ്യം നെക്സ്റ്റ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിലും ന്യൂമറസ് ആയിട്ടുള്ള സ്റ്റേമനും ന്യൂമറസ് ആണ് ആൻഡ്രീഷ്യത്തില്, കാർപ്പൽസ് ന്യൂമറസ് ആണ് ഗൈനീഷ്യത്തില്. അതും ഫ്രീ ആയിട്ടുള്ള കണ്ടീഷൻ ആണ്. അപ്പൊ നമ്മൾ പിന്നെ ഓർത്ത് വെക്കേണ്ടത്, ആൻഡ്രീഷ്യം ഫ്രീ ആണെങ്കിൽ നമ്മൾ പോളി ആൻഡ്രസ് കണ്ടീഷൻ എന്നാണ് പറയുന്നത്. അപ്പം ഗൈനീഷ്യം ഫ്രീ ആണെങ്കിൽ പോളി കാർപ്പസ് അല്ല, അപ്പോ കാർപ്പസ് ആയിട്ടുള്ള കണ്ടീഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, പോളി ആൻഡ്രസ് കണ്ടീഷൻ, അപ്പോ കാർപ്പസ് ആയിട്ടുള്ള കണ്ടീഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് ഓവറി സുപ്പീരിയർ ആണ്. ഈ സുപ്പീരിയർ ഓവറി ആണ് എന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ നേരത്തെ ഫ്ലവേഴ്സിന്റെ കേസിൽ ഹൈപ്പോഗൈനസ് ആയിട്ടുള്ള ഫ്ലവർ എന്നും പറഞ്ഞിട്ടുള്ളത് കേട്ടോ. യൂണിലോക്യുലാർ ആയിട്ടുള്ള ഓവറിയാണ്, ഒറ്റ ലൊക്യൂൾ മാത്രമേ ഉള്ളൂ. വിത്ത് 1 to many ovule, ആ ഒറ്റ ലൊക്യൂൾസിൽ ഒന്നിൽ കൂടുതൽ, ചില കേസിൽ ഒന്നായിരിക്കും അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഒവ്യൂൾസ് പ്രസന്റ് ആയിരിക്കും. ദെൻ അവയുടെ പ്ലാസന്റേഷൻ മാർജിനൽ ആയിട്ടുള്ള പ്ലാസന്റേഷൻ ആണ് മെയിൻലി കാണുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്ന പ്രത്യേകത അവയുടെ ഫ്രൂട്ട് ആണ്. ഫ്രൂട്ട് എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് ആയിട്ടുള്ള ഫ്രൂട്ട് ആണ്. അപ്പൊ ഫ്രൂട്ടിന്റെ ടൈപ്സും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കണം, അത് എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ അഗ്രിഗേറ്റ് തന്നെ പല ടൈപ്പ് പഠിച്ചിട്ടുണ്ട്. അതിൽ റനങ്കുലസ് എന്ന് പറയുന്ന ഫാമിലിയിൽ വരുന്നത് അഗ്രിഗേറ്റ് ഓഫ് അക്കീൻസ് ആണ്. ഓക്കെ, അക്കീൻസിന്റെ ഒരു കൂട്ടം, അപ്പൊ സ്ട്രോബെറി ഒക്കെയാണ് നമ്മൾ അക്കീൻസിന്റെ കേസിൽ എക്സാമ്പിൾ വരിക അല്ലെ. അപ്പൊ റനങ്കുലസ് എന്ന് പറയുന്ന ഫാമിലിയിൽ വരുന്നതാണ് അഗ്രിഗേറ്റ് ഓഫ് അക്കീൻസ്. ദെൻ അഗ്രിഗേറ്റ് ഓഫ് ഫോളിക്കിൾസും കാണുന്നുണ്ട്, അതിനൊരു എക്സാമ്പിൾ ആണ് ഡെൽഫീനിയം. നമ്മൾ ഈ ഒരു ഡെൽഫീനിയം എന്ന് പറയുമ്പോൾ മറ്റൊരു ക്യാരക്ടറും കൂടി പഠിച്ചിട്ടുണ്ടല്ലോ, സെസൈൽ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ് ഡെൽഫീനിയത്തിനുള്ളത്. ഓക്കെ, അപ്പൊ അതാണ് ഫ്രൂട്ടിലെ വരുന്നത്. ദെൻ സീഡ്സ് എന്ന് പറയുമ്പോൾ എൻഡോസ്പെർമിക് ആയിട്ടുള്ള സീഡ്സ് ആണ്, വളരെ സ്മോൾ എംബ്രിയോസ് ആയിരിക്കും ഈ ഒരു സീഡിൽ പ്രസന്റ് ആയിട്ടുണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ട് വരുന്ന അവയുടെ ആ ഒരു മോർഫോളജി ആൻഡ് അനാറ്റമിക്കൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. ഇവയിൽ വരുന്ന കുറച്ച് സബ് ഫാമിലീസ്, അവയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പ്രത്യേകതകളും കൂടി നോക്കാം. വിത്ത് എക്സാമ്പിൾസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ഫാമിലിയാണ് റനങ്കുലോയിഡേ എന്ന് പറയുന്നത്. അപ്പൊ റനങ്കുലോയിഡേ എന്ന് പറയുമ്പം എല്ലാം ഹെർബേഷ്യസ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഉള്ളത്. അവയിൽ പെറ്റൽസ് പ്രസന്റ് ആണ് കേട്ടോ. ഈ ഒരു റനങ്കുലോയിഡയിൽ പെറ്റൽസ് പ്രസന്റ് ആണ്. ന്യൂമറസ് ആയിട്ടുള്ള സ്റ്റീമൻസും ഉണ്ട്, ന്യൂമറസ് ആയിട്ടുള്ള ആ ഒരു ആൻഡ്രീഷ്യോ കാർപ്പൽസും ഉണ്ട്, അപ്പോ കാർപ്പസ് ആണ്. എല്ലാം ഫ്രീ ആയിട്ടുള്ള കണ്ടീഷൻ ആണ്. അക്കീൻസ് കാണുന്നത്, അഗ്രിഗേറ്റ് ഓഫ് അക്കീൻസ് കാണുന്നത് റനങ്കുലോയിഡേ എന്ന് പറയുന്ന സബ് ഫാമിലിയിലാണ്. അതിൽ വരുന്ന പ്ലാന്റ്സ് ആണ് ഈ ഒരു റനങ്കുലസ് അല്ലെങ്കിൽ അഡോണിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് റനങ്കുലസ് എന്ന് പറയുന്നത്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ഫ്ലവർ ആണ് അഡോണിസ് എന്ന് പറയുന്നത്. സോറി, ഇത് അഡോണിസ് അല്ല കേട്ടോ, ഇത് ഈ ഫാമിലിയിൽ വരുന്നതല്ല, ജസ്റ്റ് ഒരു മിസ്റ്റേക്ക് ആണ്. അത് അഡോണിസ് അല്ല, അഡോണിസിന്റെ പിക്ചർ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു റോസ് പോലെയുള്ള ഈ ഒരു ഫ്ലവർ ആണ് റനങ്കുലസ് എന്ന് പറയുന്നത്. അതാണ് ഒന്നാമത്തെ ഫാമിലിയിൽ വരുന്ന എക്സാമ്പിൾ. ദെൻ രണ്ടാമത് വരുന്ന എക്സാമ്പിൾ ആണ്, രണ്ടാമത്തെ വരുന്ന ഫാമിലി നോക്കാം. ഈ ഒരു ഞാൻ ജസ്റ്റ് പിന്നീട് പറഞ്ഞ ആ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് അനിമോൺ ആണ്. ഞാൻ പറയാം. രണ്ടാമത് വരുന്ന ഫാമിലി എന്ന് പറയുന്നത് ഹെലിബറോയിഡേ എന്ന് പറയുന്ന ഫാമിലിയാണ്. ഇപ്പൊ ഒരു ഹെലിബറോയിഡേ എന്ന് പറയുന്ന ഫാമിലിയിൽ വരുന്നത് പെരന്യൽ ആയിട്ടുള്ള ഹെർബ്സ് ആണ്. അപ്പൊ ഈ ഒരു ഫാമിലിയുടെ ക്യാരക്ടേഴ്സ് ആണ് പെറ്റൽസ് എന്ന് പറയുന്നത് നെക്ടറീസ് ആയിട്ട് മോഡിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇവയുടെ കേസിൽ കാർപ്പൽസിന്റെ എണ്ണം വളരെ കുറവാണ്. എറ്റീരിയോ ഓഫ് അല്ലെങ്കിൽ അഗ്രിഗേറ്റ് ഓഫ് ഫോളിക്കിൾസ് ആയിരിക്കും പ്രസന്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഓരോ സബ് ഫാമിലീസിന്റെയും എന്താ ക്യാരക്ടേഴ്സ് ഡിഫറൻസ് ബേസ് ചെയ്തിട്ട് പഠിക്കാം. അപ്പൊ ഇതിൽ വരുന്ന ഒരു എക്സാമ്പിൾ ആണ് ഡെൽഫീനിയം എന്ന് പറയുന്നത്. ആ ഒരു പ്ലാന്റ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പൊ ഈ ഒരു ഡെൽഫീനിയം ആണ് ഇവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പം അത് ഹീലോബ്രോയിഡേ എന്ന് പറയുന്ന ഫാമിലിയിൽ വരുന്നതാണ്. അപ്പം നെക്സ്റ്റ് വരുന്ന കുറച്ച് എക്സാമ്പിൾസ് ആണ് അക്വിലേജിയ എന്ന് പറയുന്നത്, ദെൻ ഹിലിബോറസ് എന്ന് പറയുന്ന പ്ലാന്റും കൂടി ഈ ഒരു സബ് ഫാമിലിയിൽ വരുന്നതാണ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് താലിക്ട്രോയിഡേ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു താലിക്ട്രോയിഡേ എന്ന് പറയുമ്പോൾ ഇവയിലും
ഹെർബ്സ് ആണ്. ഇവയിൽ പെറ്റൽസ് ആബ്സെന്റ് ആണ്. ഓക്കെ, പെറ്റൽസ് ഒന്നുകിൽ ആബ്സെന്റ് ആയിരിക്കും അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് ആണ്. ഫ്ലവേഴ്സ് യൂഷ്വലി സ്മോൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക, പക്ഷെ ചെറിയ വലിയ ഫ്ലവേഴ്സും കാണുന്നുണ്ട് കേട്ടോ. അതൊക്കെ അതിനൊരു എക്സാമ്പിൾ ആണ് ആനിമോൺ എന്ന് പറയുന്നത്. ഓഫൺ വിൻഡ് പോളിനേറ്റഡ് ആണ്. വിൻഡ് പോളിനേഷൻ നടക്കുന്ന പ്രോമിനന്റ് ആയിട്ടുള്ള സ്റ്റേമൻസ് ഉള്ള ആൾക്കാരാണ്. അതിൽ വരുന്ന എക്സാമ്പിൾ ആണ് ആനിമോൺ എന്ന് പറയുന്നത്. ദെൻ തലിക്ട്രത്തിന്റെ ഒരു എക്സാമ്പിൾ സ്റ്റിപ്പുലേറ്റ് ആയിട്ടുള്ള പ്ലാന്റ് സ്പീഷീസിന് എക്സാമ്പിൾ ആയിരുന്നു തലിക്ട്ര. അത് തലിക്ട്രോയിഡെ എന്ന് പറയുന്ന സബ് ഫാമിലിയിൽ വരുന്നതാണ്. ദെൻ നെക്സ്റ്റ് നാലാമത്തേതാണ് ക്ലമാറ്റിഡോയിഡെ എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്ലമാറ്റിഡോയിഡയിൽ പ്ലാന്റ്സ് എന്ന് പറയുന്നത് മെയിൻലി ക്ലൈംബിംഗ് ആയിട്ടുള്ള ഷ്രബ്സ് അല്ലെങ്കിൽ ഹെർബ്സ് ആണ്. ഇവയിലും പെറ്റൽസ് ആബ്സെന്റ് ആണ്. സെപ്പൽസ് ആർ പെറ്റലോയിഡ്. നമ്മൾ ഒരു എക്സാമ്പിൾ ക്ലമാറ്റിസിന്റെ എക്സാമ്പിൾ പറഞ്ഞിട്ടില്ലേ, അതായത് സെപ്പൽസ് ആണ് പെറ്റൽസ് പോലെ ആക്ട് ചെയ്യുന്നത്, കളേർഡ് ആയിട്ടുള്ളത്. ദെൻ ഇവിടെയും ഫ്രൂട്ട്സ് അക്കീൻസ് ആണ്, വിത്ത് ഫെതറി പെർസിസ്റ്റന്റ് സ്റ്റൈൽസ് ആയിരിക്കും. വളരെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ക്ലമാറ്റിസ് ആണ് ഇവയുടെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അപ്പൊ ഇതാണ് സബ് ഫാമിലീസ്. ദെൻ ലാസ്റ്റ് അതിന്റെ ഒരു ഫ്ലോറൽ ഫോർമുല ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ ബ്രാക്റ്റിയേറ്റ് ആണ്, ബ്രാക്ട്സ് പ്രസന്റ് ആണ്. ദെൻ ആക്ടിനോമോർഫിക് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണ്. ബൈസെക്ഷുവൽ, രണ്ട് ടൈപ്പ് ഫ്ലവേഴ്സും ഉണ്ട്. അതിൽ കാലിക്സി എന്ന് പറയുന്നത് 5 ആണ്. അവ എന്താണ്, പോളിയാണ്, ഫ്രീ ആയിട്ടുള്ള കാലിക്സ് ആണ്, പോളിസെപ്പാലസ് ആണ്. ദെൻ അതുപോലെ കാലിക്സും 5 ആണ്, 5 അല്ലാത്ത കേസും ഉണ്ട് കേട്ടോ. ദെൻ ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും ഇൻഫിനിറ്റ് ആയിട്ടുള്ളതാണ്. ദെൻ ഈ ഒരു ഗൈനീഷ്യം എന്ന് പറയുന്നത് ഹൈപ്പോഗൈനസ് ആണ്. അപ്പൊ ഇവിടെ നമ്മളൊരു വര കൂടി ഇടണം, ഹൈപ്പോഗൈനസ് കണ്ടീഷൻ നോക്കാൻ. അപ്പൊ ഈ ഒരു കണ്ടീഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലോറൽ ഡയഗ്രം ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ബ്രാക്ട്സ് പ്രസന്റ് ആണെന്ന് കൊടുത്തിട്ടുണ്ട്. ചില കേസിൽ സ്റ്റിപ്യൂൾസ് ഉള്ള ആൾക്കാരിൽ സ്റ്റിപ്യൂൾസ് പ്രസന്റ് ആണെന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ ഇംബ്രിക്കേറ്റ് വീനേഷൻ ആണ് ഇവയിൽ രണ്ടിലും കാണുന്നത്. ഇംബ്രിക്കേറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു വേർഡ്സ് നോക്കിക്കഴിഞ്ഞാൽ അവ കംപ്ലീറ്റ്ലി ഔട്ട്സൈഡ് ആണ് അല്ലെ. ഒന്ന് കംപ്ലീറ്റ്ലി ഔട്ട്സൈഡ് ആണ്, ഒന്ന് ചിലത് വേണമെങ്കിൽ രണ്ടെണ്ണം കംപ്ലീറ്റ്ലി ഇൻസൈഡ് ആണ്, ബാക്കിയുള്ളത് ഇൻ ആൻഡ് ഔട്ട്. ആ ഒരു പൊസിഷനിലൊക്കെയാണ്. പല രീതിയിലും പല കേസിലും മാറ്റങ്ങൾ ഉണ്ട് കേട്ടോ. അപ്പം ഇവിടെ വരുന്നത് രണ്ടെണ്ണം കംപ്ലീറ്റ്ലി ഔട്ട്സൈഡ്, രണ്ടെണ്ണം കംപ്ലീറ്റ്ലി ഇൻസൈഡ്, 1 ഇൻ ആൻഡ് ഔട്ട്, അങ്ങനെയുള്ള കേസസ് ആണ് വരുന്നത്. അപ്പൊ അതൊക്കെ ഇംബ്രിക്കേറ്റ് ഈസ്റ്റിവേഷൻ എക്സെപ്ഷണൽ കേസസ് ഉള്ള ആൾക്കാരും ഉണ്ടായിരിക്കും. എന്നാൽ അവയുടെ സെപ്പൽസും അതേപോലെ തന്നെ ഇൻ ആൻഡ് ഔട്ട് ആയിട്ട് വരുന്നതും ഉണ്ട്, കംപ്ലീറ്റ്ലി ഇൻ ആയിട്ട് വരുന്നതും ഉണ്ട് അല്ലെ. ഇത് കംപ്ലീറ്റ്ലി ഔട്ട്സൈഡ് ആണ്, ഇത് കംപ്ലീറ്റ്ലി ഇൻസൈഡ് ആണ്. ദെൻ ഇത് ബാക്കിയുള്ള മൂന്നെണ്ണവും ഇൻ ആൻഡ് ഔട്ട് ആണ്. അങ്ങനെ സ്പെഷ്യൽ ആയിട്ടും ഏത് കേസിൽ വേണമെങ്കിലും വരാം. ഇത് ജനറൽ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ ഡയഗ്രം ആണ് ഉള്ളത്. ദെൻ ഏറ്റവും നടുവിലായിട്ട് കുറേ ഗൈനീഷ്യം അല്ലെങ്കിൽ മൾട്ടി കാർപ്പലറി, പോളി കാർപ്പലറി, ഫ്രീ ആയിട്ടുള്ള കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ദെൻ സ്റ്റേമെൻസും മൾട്ടി അല്ലെങ്കിൽ മിനി സ്റ്റേമെൻസ് പ്രസന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് അവരുടെ ഫ്ലോറൽ ഡയഗ്രാം. ഈ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഫാമിലി ഇത്രയാണുള്ളത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.